എല്ലാവർക്കും കോട്ടയം ഫുഡ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്ന് സ്വാദിഷ്ടമായ പരിപ്പുകറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി 200 ഗ്രാം തുവര പരിപ്പാണ് എടുക്കുന്നത്. ഇത് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം വേവിക്കാനായി ഒരു കുക്കറിലേക്കിടുക. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് പ്രഷർ കുക്കർ അടച്ചുവെച്ച് വേവിക്കണം. ഏകദേശം 2 വിസിൽ മതിയാവും പരിപ്പ് വെന്തു കിട്ടാൻ. കുക്കറിലെ എയർ സാവധാനം പോകുന്നതുവരെ ഇത് മാറ്റിവെക്കണം. ഇനി ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണയൊഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ ജീരകം ചേർക്കാം. ജീരകം പൊട്ടിവരുമ്പോൾ ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ 15 അല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് പച്ചമണം മാറുന്നതുവരെ വഴറ്റണം. ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ 3 പച്ചമുളക് കൂടെ ചേർക്കാം. അതിനുശേഷം മീഡിയം വലിപ്പമുള്ള സവാള പൊടിയായി അരിഞ്ഞതും ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. സവാള വഴന്നു വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുരിങ്ങയില അരിഞ്ഞതു ചേർത്ത് കൊടുക്കാം. മുരിങ്ങയിലയ്ക്ക് പകരം ചീരയില ചേർത്ത് കൊടുത്താലും മതി. ഇനി തീയൊന്ന് കുറച്ചതിനു ശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ജീരകം പൊടിച്ചതും 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് 2 മിനിറ്റ് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് 1.5 തക്കാളിക്ക ചെറുതായി അരിഞ്ഞതു ചേർത്ത് വഴറ്റിയെടുക്കാം. തക്കാളി ഇപ്പോൾ നന്നായി വഴന്നിട്ടുണ്ട്. ഈ സമയം പാകത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കിയതിനു ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. കുക്കറിലെ എയർ ഇപ്പോൾ മുഴുവനായി പോയിട്ടുണ്ട്. ഇനി വേവിച്ചു വെച്ചിരിക്കുന്ന പരിപ്പ് ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് ഇളക്കിയതിനു ശേഷം തീ ഓഫ് ചെയ്യാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് ഒന്ന് ചാലിച്ച് കറിയിലേക്ക് ചേർക്കണം. വളരെ സ്വാദിഷ്ടമായ പരിപ്പുകറി റെഡി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുക.